ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല, കണ്ടോ, നല്ല തെളിഞ്ഞ് നിൽക്കുന്ന ആകാശമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ജോഗിങ് വീഡിയോയിലേക്ക് കിടക്കാം. ഇതേതാണെന്ന് ഓർമ്മയുണ്ടോ? ഈ ചാമ്പ ക്യാമറ ഞാൻ കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലതാ കായകളൊക്കെ വലുതായി കുറേ പൊഴിഞ്ഞ് താഴെ കിടപ്പുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് റോസ് സ്ട്രീറ്റിലാണ്. അപ്പോൾ നമുക്ക് റോസ് സ്ട്രീറ്റിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാലോ? ഈ റോസ് സ്ട്രീറ്റിൽ കൂടുതലുള്ളത് റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നത് ആർച്ചസ് എന്നുള്ളൊരു ഹോട്ടലും അതിന് താഴെ റസോയി എന്നുള്ള ഒരു റെസ്റ്റോറൻറ്റുമാണ്. ഈ റസോയൊക്കെ കണ്ടോ എത്ര അവാർഡാണ് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കിക്കേ. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ലുക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിപൊളി ഫുഡാണെന്നാണ് കേട്ടോ റിവ്യൂ. അപ്പോൾ ആരെങ്കിലും ഈ വഴിക്കൊക്കെ വരുവാണെങ്കിൽ ഒന്ന് കയറി കഴിച്ചൊക്കെ നോക്കണേ. അങ്ങനെ അതിന് തൊട്ടടുത്ത് വരുന്നതാണ് കേരള കഫേ. കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയാൽ ആ ഓലമേന പോലെയൊക്കെയുള്ള ആ ഒരു അപ്പിയറൻസ് നല്ല രസമുണ്ട് അല്ലേ കാണാനായിട്ട്. നല്ല ഭംഗിയിൽ അവരത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മെനു ഒക്കെ നോക്കിക്കേ, ദോശ, ദം ബിരിയാണിയൊക്കെ ഉണ്ട്. വിശക്കുന്നുണ്ടാ? അങ്ങനെ നോക്ക്, ഇതിൽ ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ ഈ ഒരു ചെടിയും അതിൻ്റെ ഫ്ലവറൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ ഫോർട്ട് കൊച്ചി പിന്നെ ആർട്ട് കൊച്ചിയാണല്ലോ, വാൾസൊക്കെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുക. അതിൻ്റെ തൊട്ടടുത്ത് വരുന്നതാണ് ഹെറിറ്റേജ് സ്ക്വയർ. അതിൻ്റെ പണി എന്തോ നടക്കാമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുക. അതിന് തൊട്ടടുത്തൊരു വീടാണെന്ന് തോന്നുന്നു, കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് ഈ റോസേറ്റ വുഡ് കാസൽ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടൽ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ കുറേ കാര്യങ്ങളുണ്ട്. ലൈബ്രറി ഉണ്ട്, ആർട്ട് കഫേ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രാവൽ ഡെസ്ക് ഉണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ വുഡ് കൊണ്ടിട്ടാണ് ഉള്ളത് കേട്ടോ. അതിൻ്റെ റിവ്യൂവിൽ ഞാൻ കണ്ടതാണ്. ആൻഡ് ഇത് എത്ര വർഷം പഴക്കമുള്ളതാണെന്നൊന്ന് നോക്കിക്കേ, കണ്ടില്ലേ. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൂംസ് ഉണ്ട്, ട്രാവൽ ഡെസ്ക് ഉണ്ട്, ആർട്ട് ഗാലറി ഉണ്ട്, ലൈബ്രറി ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു എംബ്ലം കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. കണ്ടോ, ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണുന്ന പോലെ. അങ്ങനെ ഇതും കണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത ഫോർട്ട് കൊച്ചി ആർട്ട് കൊച്ചി. നല്ല ഭംഗിയല്ലേ ഈ ഡ്രോയിങ് ഒക്കെ കാണാൻ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ നിറച്ച് തന്നെയാണ് കേട്ടോ റെസ്റ്റോറൻറ്റും അതുപോലെ ഹോട്ടൽസും റൂം സ്റ്റേസും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇതാണ് ദി സൺസെറ്റ് ബേ എന്നുള്ള ആ ഒരു സ്റ്റേ, കണ്ടില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ 2 സ്റ്റാറും 3 സ്റ്റാറും ഹോട്ടൽസൊക്കെ തന്നെയാണ് കൂടുതലുള്ളത്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ എക്സൽ ഹോട്ടൽ. അപ്പോൾ എക്സൽ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള ഈ പെയിൻറ്റിങ് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് മാത്രമല്ല, ഇത് പുറത്ത് വെയിലും മഴയൊക്കെ കൊണ്ട് നിൽക്കുമ്പോൾ ഫെയ്ഡാവില്ലേ എന്നുള്ളൊരു ഡൗട്ട് കൂടി എനിക്കുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ റോസസ് ഇൻ, അതുപോലെ തന്നെ ഫോർട്ട് കാസൽ ബൊട്ടീക്ക് ഹോട്ടൽ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇതൊക്കെ സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർക്കാണെങ്കിൽ കുറച്ച് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ഒന്ന് ഇടുന്നത്, ഈ സ്ട്രീറ്റിൻ്റെ പേരടക്കം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഈസി ആയിട്ട് ഒന്ന് സ്റ്റേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ആ റോഡ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് വരുന്നതാണ് ദ ടവർ റെസ്റ്റോറൻറ്റ്. ഇത് അത്യാവശ്യം ഭയങ്കര വലിയ റെസ്റ്റോറൻറ്റാണ്, കണ്ടില്ലേ, ഒത്തിരി സ്പേഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബീച്ചിനോട് തൊട്ട് ചേർന്നുള്ള റോഡിലാണ് ഇതുള്ളത്, ഈ സ്ട്രീറ്റ് ഉള്ളത്. കണ്ടല്ലേ, ബീച്ച് കണ്ടല്ലേ. അങ്ങനെ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് നടന്ന് പോകുമ്പോൾ ഇവിടെ ചെറിയ കണ്ടോ 2 പെട്ടിക്കടകളൊക്കെ ഉണ്ട്, ചായക്കടയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വീട്ടിലേക്ക് പോവാണ്. ഹാവ് എ ഗുഡ് ഡേ ടു എവറി വൺ. ടേക്ക് കെയർ.